ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വല്യശാല കാന്തള്ളൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിച്ചിരിക്കുകയാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. കാഴ്ച ശീവേലിക്കായിട്ട് 3 ആനകൾ റെഡിയായി നിൽക്കുകയാണേ. പുരാതന കാലത്ത് ക്ഷേത്രം, കാന്തള്ളൂർ വിദ്യാലയം ആയോധന കലകൾക്കും വേദപഠനം, ഭാരതീയ സംസ്കൃതിയുടെയും വിജ്ഞാനത്തിന്റെയും ഈറ്റില്ലമായിരുന്ന ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്ന വലിയശാല കാന്തള്ളൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഈ പുണ്യമുറ്റത്ത് ഒത്തുകൂടിയിരിക്കുന്ന ഏവർക്കും വിനീതമായ നമസ്കാരം. അറിവിന്റെയും ഭക്തിയുടെയും സംഗമഭൂമിയായ ഈ സന്നിധിയിൽ കൈതപ്പുറം ദാമോദരൻ സാറിനെ കാണാനുള്ള അവസരം ഉണ്ടായി കേട്ടോ. ഒരുപാട് സന്തോഷമായി. അനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ആദ്യം ഉണ്ടായിരുന്ന മേൽശാന്തിയായിരുന്ന ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് കാന്തള്ളൂർ പുരസ്കാരം നൽകുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. കാന്തള്ളൂർ ശാലയെക്കുറിച്ച് ഞാൻ അധികം ഒന്നും പറയേണ്ട കാര്യം ഇല്ല. എങ്കിൽ തന്നെയും വിശിഷ്ട കപ്പൽ നിർമ്മാണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ പഠിപ്പിച്ചിരുന്ന ഒരു സർവകലാശാലയായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രാധാന്യമുള്ള ഒരു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ കുറച്ചു കാലമായി ആലോചിക്കുന്നതാണ് ഈ ഭഗവാന്റെ പേരിൽ ഒരു പുരസ്കാരം നൽകണമെന്നത്. അതിൻ്റെ ഭാഗമായ ശേഷമാണ് അദ്ദേഹം ഗാനരചയിതാവും പ്രശസ്തനായ ഒരു സംഗീതജ്ഞനുമായി മാറിയത്. അതുകൊണ്ട് ഞാൻ ഈ തിരക്കിനിടയിൽ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഉപദേശ സമിതിയുടെ പ്രസിഡന്റായിട്ടുള്ള വലിയശാല പ്രവീണാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഞങ്ങൾ ചോദിച്ചപ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഈ പരിപാടിയിൽ എത്തുമെന്ന് അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൈക്കാട് വാർഡ് കൗൺസിലർ വേണുഗോപാൽജി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെയും ഏറെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിക്കെല്ലാം നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ രക്ഷാധികാരി പി സുകുമാരൻ നായർ അദ്ദേഹത്തെ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണർ അദ്ദേഹത്തിന് അമ്പലത്തിൽ കയറാൻ കഴിയാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് എത്തിയിട്ടില്ല. എന്നാൽ പോലും അദ്ദേഹത്തിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ഷേത്രത്തിൻ്റെ SDO സബ് ഗ്രൂപ്പ് ഓഫീസർ ശ്രീ ഹരികൃഷ്ണൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിനെയും ഏറെ ആദരവോട് ഈ യോഗത്തിലേക്ക് വന്നിട്ട് അദ്ദേഹം നമുക്ക് ഈ ആശംസ അറിയിച്ചിട്ട് മടങ്ങിപ്പോയിട്ടുണ്ട്. അതുകൂടി ചെയ്ത് സംസാരിക്കുവാനായി സ്വാഗതം ചെയ്യുന്നു. പ്രഥമ കാന്തള്ളൂരപ്പൻ പുരസ്കാരം നൽകി ആദരിക്കുകയാണ് പ്രശസ്ത സംഗീതജ്ഞന് പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി പ്രഥമകുട്ടി അവർക്ക് ഒരു ഉപഹാരം നൽകുകയാണ്. അടുത്തതായി പ്രിയപ്പെട്ട സംഗീത ഇതിഹാസം പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അവർകളെയാണ് നമ്മളോട് സംസാരിക്കുക. പ്രിയപ്പെട്ട ബലിശാലക്കാരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ 1973 അന്ന് ഓർമ്മ ഇവിടെ ഞാൻ മേൽശാന്തിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പണ്ട് കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങളെ പഠനമൊക്കെ വളരെ കൃത്യമായിട്ട് ശ്രീരുദ്രം മറ്റുള്ള ചമകം അങ്ങനെയുള്ള കാര്യങ്ങൾ മന്ത്രങ്ങളൊക്കെ വൃത്തിയായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അന്നിവിടെ ശരിക്കും ത്രിമൂർത്തിമാരാണ് ഇവിടെ ഉള്ളത്. ഈ തെക്കേടത്ത് പരമശിവനും നടുവിൽ ബ്രഹ്മാവും വടക്കേടത്ത് വിഷ്ണുവുമാണ് സങ്കല്പം. അപ്പോൾ തെക്കേടത്താണ് എൻ്റെ ജോലി. അപ്പോൾ ഞാൻ ശ്രീരുദ്രം വൃത്തിയായി പഠിച്ചുകൊണ്ട് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഭഗവാന് അഭിഷേകിച്ച്. മാത്രമല്ല വളരെ വിശേഷപ്പെട്ട പിന്നെ ശിവലിംഗമാണ് ഇവിടുത്തെ. ശ്രമിച്ചു അദ്ദേഹം. ഞാൻ പറഞ്ഞു അതൊക്കെ ഇരിക്കാം, പക്ഷേ ഇപ്പോൾ ഇവിടെ എൻ്റെ ജോലി പൂജ ചെയ്യലാണ്. അത് ഒരു വർഷം അവസാനത്തേക്ക് കിട്ടുള്ളൂ. പക്ഷെ എന്നാൽ പോലും എൻ്റെ ജോലി അതാണ്. അത് ഞാൻ വൃത്തിയായിട്ട് ചെയ്യുന്നു. ഞാൻ എപ്പോഴും അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നത്ര വൃത്തിയായിട്ട് ചെയ്യും. അന്ന് മുതൽക്കേ എനിക്ക് ഫലം കാണാൻ തുടങ്ങി. ഞാൻ ഇവിടുന്ന് പിന്നെ സ്ഥലം മാറിപ്പോയിട്ട് പാങ്ങോട് ജോലിയായി. അവിടെ വെച്ച് മാതൃഭൂമിയുടെ പ്രസിദ്ധീകരണം തുടങ്ങുമ്പോൾ അത് നീ പറഞ്ഞത് ശരിയാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്, കാരണം വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടാവും എന്നാണ് അദ്ദേഹത്തിനെ സമ്മതിച്ചു. എൻ്റെ ഇവിടെയുള്ള കാലത്ത് ഞാൻ എഴുതിയൊരു കവിതയുടെ 4 വരി എനിക്ക് ഓർമ്മയുണ്ട്.
തലമുറയുടെ പണ്ടെങ്ങാണ്ടൊരു തലമുറയുടെ കർമ്മഫലങ്ങളെയാകെ കൊച്ചു തലച്ചുമടാക്കിയ കുഞ്ഞുണ്ണിക്ക് ഒരു കീഴ്ശാന്തി പകരപ്പണി കൊണ്ട് ഇല്ലത്തൊരു നേരം കഷ്ടിശാന്തി. ഞാൻ ജാതിപരമായിട്ട് അനുഭവിച്ചിട്ടുള്ള വേദനകളൊന്നും ഞാൻ ചെയ്ത ദോഷം കൊണ്ടല്ല, ഏതോ തലമുറയിൽ ഏതോ ആരോ ചെയ്തിട്ടുള്ള പാപത്തിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പാപം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. എൻ്റെ അടുത്ത തലമുറ 470ഓളം സിനിമ ചെയ്തിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഭയങ്കര മദ്യപാനികളൊക്കെ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും അതിൻ്റെ ഒരു സ്വാധീനം ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ സ്വാദം മുഴുവൻ നന്മയിൽ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പുതിയ തലമുറയോട് പറയുന്നു, നമ്മളെ നന്മയിൽ ഉറച്ചു നിൽക്കുക. നമുക്ക് തീർച്ചയായിട്ടും ഭഗവാൻ ഒരു വഴി കാണിക്കും. ഞാനങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ധർമ്മം, ഞാൻ ആദ്യത്തെ ഈ കാന്തല്ലൂരപ്പൻ പുരസ്കാരം എനിക്ക് കിട്ടുകയെന്ന് ഇരട്ടി. അപ്പോൾ സ്നേഹം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരിക്കലും മറക്കില്ല. അതിന് ജാതിയില്ല, മതവുമില്ല, ഒന്നുമില്ല, നന്മ മാത്രം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ നന്മ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ് ഈശ്വരൻ. ആ ഈശ്വരൻ്റെ പ്രസാദമായിട്ട് ഞാൻ ഈ അവാർഡിനെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഞാനത് പുരസ്കാരം സ്വീകരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരും എന്നെ അനുഗ്രഹിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി സാർ. എൻ്റെ ഏറ്റവും സന്തോഷമുള്ളത് പ്രഥമ കാന്തല്ലൂരപ്പൻ പുരസ്കാരം ഏറെ പ്രിയങ്കരനായിട്ടുള്ള കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയോടൊക്കെ അവിടെ പോകുമ്പോൾ ആ പുഷ്പവിമാനത്തിൽ വളരെ വിഷമത്തോടെ സീതാദേവി അലറി വിളിക്കുമ്പോൾ കൈകൾ ആകാശത്തേക്ക് ഇങ്ങനെ നീട്ടുമ്പോൾ അവിടെ നിന്ന് വരുന്നൊരു മിന്നൽ, ആ ഇലക്ട്രിക് ലൈറ്റ്നിങ്ങിൻ്റെ ഒരു വളയാണ് ഈ മിന്നൽ വള. കാളിദാസൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഒരു പ്രോജക്റ്റ് സമർപ്പിച്ച് അതിൻ്റെ അപ്രൂവലൊക്കെ കിട്ടിയിരുന്നു. അത്തരത്തിലുള്ള പ്രോജക്റ്റുകളൊക്കെ ഈ കൗൺസിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് ആർക്കും യാതൊരു എതിർപ്പുമില്ല. തിരകൾ നാമല്ലോ തീരത്തെ ഓളങ്ങൾ, തീരാത്ത ദാഹത്തിൻ താളങ്ങൾ, പാരിതിൽ നാം പോയിടാം, വെണ്ണതി പോലൊഴുകിടാം. ഉമാപദ ശിവശങ്കര ചിദംബര പരമേശ്വര കരുണാനിധേ ഹരശങ്കര. മധ്യേ നടൂ മുറ്റത്തൻ കോണേഴും നള്ളി ശ്രീ
വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.